ഈ ലോകത്ത് നമ്മൾ ജനിക്കുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് നമ്മൾ വരുന്നത്. അന്ന് നമ്മുടെ ചുറ്റും ചിരിക്കുന്ന ഒരുപാട് മുഖങ്ങളുണ്ടായിരുന്നു. നമ്മൾ വളരുംതോറും ആ മുഖങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരുന്നു. നമ്മൾ വിചാരിച്ചു, എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഇവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന്. എന്നാൽ ജീവിതം അതിൻ്റെ യഥാർത്ഥ മുഖം കാണിച്ചു തരുന്നത് എപ്പോഴാണെന്നറിയാമോ? നീ നിൻ്റെ ഏറ്റവും താഴെ വീണ് കിടക്കുമ്പോഴാണ്. നിൻ്റെ പോക്കറ്റിൽ 10 പൈസ ഇല്ലാത്തപ്പോൾ, നിന്റെ സ്വപ്നങ്ങൾ ഓരോന്നോരോന്നായി തകരുമ്പോൾ, നിന്റെ ആത്മവിശ്വാസം വിയർപ്പായി വലിക്കുമ്പോൾ. നീ ചുറ്റും നോക്കൂ. അന്ന് നിന്റെ കൂടെ ചിരിക്കുന്നവർ എവിടെ? അന്ന് നിനക്ക് വാക്ക് തന്നവർ എവിടെ? ആരുമുണ്ടാകില്ല. അതൊരു തിരിച്ചറിവാണ് ബ്രോ. ആ തിരിച്ചറിവിലാണ് നിന്റെ വിജയം ഒളിഞ്ഞിരിക്കുന്നത്. ആൾക്കൂട്ടത്തിലെ കാപട്യം. നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ അംഗീകാരത്തിന് വേണ്ടി ദാഹിക്കുന്നവരാണ്. ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്ന് 10 പേരോട് ചോദിക്കും. അവർ ശരി എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് സമാധാനമാകൂ. എന്തിനാണ് ബ്രോ നിന്റെ ജീവിതത്തിൻ്റെ അധികാരം നീ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്? നീ പരാജയപ്പെടുമ്പോൾ അവർ പറയും, ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇതൊന്നും നിനക്ക് പറ്റിയ പണിയല്ലെന്ന്. നീ വിജയിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ കാലുവലിക്കും. നീ കരയുമ്പോൾ അവർ അതൊരു തമാശയായി മാറ്റും. നീ ഓർക്കുക, നിന്റെ കണ്ണുനീരിൻ്റെ ഉപ്പും നിന്റെ വിയർപ്പിൻ്റെ ഗന്ധവും നിനക്ക് മാത്രമേ അറിയൂ. നിന്റെ കഷ്ടപ്പാട് ആരും കാണില്ല. നിന്റെ കണ്ണീർ ആരും തുടയ്ക്കില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് നീ അവരുടെ വാക്കുകൾക്ക് വില കൊടുക്കുന്നത്? നിനക്ക് നീയേ ഉള്ളൂ എന്ന് പറയുന്നത് ഒരു സങ്കടമല്ല, അതൊരു അധികാരമാണ്. എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ അറിയാം, എനിക്ക് എന്നെ സംരക്ഷിക്കാൻ അറിയാം എന്നുള്ള ആ ഒരൊറ്റ തിരിച്ചറിവ് നിന്നെ ഒരു സിംഹത്തെ പോലെ കരുത്തനാക്കും. ഒരു ഇരുണ്ട കാട്ടിലൂടെ നീ ഒറ്റയ്ക്ക് നടക്കുകയാണെന്ന് സങ്കല്പിക്കുക. കയ്യിൽ ഒരു ടോർച്ച് പോലുമില്ല. നിനക്ക് പേടിയാകും. നീ ആരെയെങ്കിലും വിളിക്കും, പക്ഷേ ആരും വരില്ല. അപ്പോൾ നീ എന്തു ചെയ്യും? അവിടെ ഇരുന്ന് കരയുമോ? അതോ മെല്ലെ മെല്ലെ ആ ഇരുട്ടിനെ ശീലിക്കുമോ? ജീവിതവും ഇതുപോലെയാണ്. ചില ഘട്ടങ്ങളിൽ നീ തികച്ചും ഒറ്റയ്ക്കാകും. ആരും നിന്നെ ഫോൺ എടുക്കില്ല, ആരും നിന്നെ സഹായിക്കില്ല. ആ നിമിഷമാണ് നിന്റെ ഉള്ളിലെ മൃഗം ഉണരേണ്ടത്. നിന്റെ കാലുകൾക്ക് ബലമില്ലെങ്കിൽ നീ ഇഴഞ്ഞു നീങ്ങുക. ഇഴയാൻ വയ്യെങ്കിൽ നീ ഉരുണ്ടു നീങ്ങുക, പക്ഷേ നിൽക്കരുത്. കാരണം നീ നിന്നാൽ നിന്നെ ചവിട്ടി മെതിക്കാൻ ഒരുപാട് ആളുകൾ നിന്റെ പുറകിൽ കാത്തിരിപ്പുണ്ട്. നിന്റെ സ്വപ്നങ്ങളെക്കുറിച്ച് ആരോടും പറയണ്ട. നിന്റെ പ്ലാനുകൾ രഹസ്യമായി വെക്കുക. നിന്റെ പരാജയങ്ങൾ പോലും നിന്റെ മാത്രം സ്വകാര്യതയായിരിക്കട്ടെ. കാരണം നിന്റെ പരാജയങ്ങളിൽ സന്തോഷിക്കുന്ന ഒരു ലോകമാണ് നിനക്ക് ചുറ്റുമുള്ളത്. നീ ഒറ്റയ്ക്ക് പണിയെടുക്കുക. നിന്റെ വിജയം ഒരു വലിയ ശബ്ദമായി ഈ ലോകം കേൾക്കട്ടെ. നീ വീട്ടിൽ പോയിട്ട് നിന്റെ കണ്ണാടിക്ക് മുന്നിൽ ഒന്ന് പോയി നിൽക്കുക. അവിടെ ഒരു മനുഷ്യനെ കാണാം. അയാളെ നീ എത്രത്തോളം വിശ്വസിക്കുന്നുണ്ട്? ആ കണ്ണുകളിലേക്ക് നോക്കി പറയാൻ പറ്റുമോ, നീ പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന്? ഈ ലോകത്ത് നിനക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി ആ കണ്ണാടിയിൽ നിൽക്കുന്ന ഒരാൾ മാത്രമാണ്. അയാൾക്ക് മാത്രമേ നിന്നെ തോൽപ്പിക്കാൻ കഴിയൂ. അയാൾക്ക് മാത്രമേ നിന്നെ വിജയിപ്പിക്കാനും കഴിയൂ. നിന്റെ മനസ്സ് സമ്മതിക്കാതെ നിന്നെ തോൽപ്പിക്കാൻ ഈ പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കും തന്നെ കഴിയില്ല. തോൽവികളിൽ തളരുമ്പോൾ ഓർക്കുക, ഓരോ വീഴ്ചയും നിനക്ക് തരുന്ന ഒരു പാഠമുണ്ട്. അത് അടുത്ത തവണ എങ്ങനെ വീഴാതിരിക്കാം എന്നുള്ളതല്ല, മറിച്ച് വീണാൽ എങ്ങനെ കൂടുതൽ കരുത്തോടെ എഴുന്നേൽക്കാം എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത് നീ നിർത്തുക. നീ നിനക്ക് വേണ്ടി ജീവിക്കുക. നീ പൊരുതുന്നത് നിന്റെ അച്ഛനു വേണ്ടിയോ അമ്മയ്ക്ക് വേണ്ടിയോ കാമുകിക്ക് വേണ്ടിയോ ആകരുത്. നീ പൊരുതേണ്ടത് നിനക്ക് വേണ്ടിയാണ്, നിന്റെ ആത്മാഭിമാനത്തിന് വേണ്ടിയാണ്. അവസാനമായി ഒരു കാര്യം കൂടി പറയാം. ഈ ലോകത്ത് എല്ലാവരും കടന്നുപോകും. നിഴല് പോലും നിന്നെ ചതിക്കും. പക്ഷേ നിന്റെ ഉള്ളിലെ ആ തീയുണ്ടല്ലോ, ആ ആത്മവിശ്വാസമുണ്ടല്ലോ, അത് നിന്റെ കൂടെ മരണം വരെ ഉണ്ടാകും. ആ തീ അണയാതെ സൂക്ഷിക്കുക. നീ വിചാരിച്ചാൽ നിനക്ക് ഈ ലോകം കീഴടക്കാം. അതിന് നിനക്ക് 1000 പേരുടെ സൈന്യം വേണ്ട. നിന്റെ മനസ്സിൻ്റെ കരുത്ത് മാത്രം മതി. കാരണം നിനക്ക് നീയേ ഉള്ളൂ.